ഹായ് കൂട്ടുകാരെ, ഇന്ന് അവിയലാണ്. നല്ല സ്വാദിഷ്ടമായ ഒരു അവിയൽ നമുക്ക് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 3-4 ചേമ്പ് വിത്ത്, ഒരു 1/4 കിലോയോളം ചേന, ഇത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയും കൂടി ഞാനിന്ന് ചേർക്കുന്നുണ്ട്. കുറച്ച് ഈ സൈസിലരിഞ്ഞത്. അത് കുക്കറിലടിക്കേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞത്. നമ്മൾ കറിച്ചട്ടിയിൽ വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വണ്ണം കുറച്ചരിയുക, ഒന്ന് കീറി അരിയുകയൊക്കെ ചെയ്യും. നമ്മളിനകത്ത് 2 ഉരുളക്കിഴങ്ങ്, 2-3 ചേമ്പ് വിത്ത്, ചേന, ഉള്ളി, ഇത്ര സാധനമാണ് അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. ഒരു ചെറിയ ക്യാരറ്റ്, ഇത്രയും ഒഴിച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളമേ ഒഴിക്കാവൂ. അതിനകത്ത് ജസ്റ്റ് ഒന്ന് ആവി വന്നൊരു ഒറ്റ വിസിൽ. നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് തേങ്ങ തിരുമ്മി, ചെറിയ ജീരകം, പച്ചമുളക്, ഉള്ളി, ചെറിയ ഉള്ളി. അപ്പോൾ ഇത്രയും സാധനം കൂടെ ചേർത്താൽ നമുക്കതൊന്ന് മിക്സിയിൽ ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകാതെ അവിയലിൻ്റെ പരുവത്തിന് അരച്ചെടുത്താൽ മതി. പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളകാണ്. ഇച്ചിരി 3-4 ചെണ്ണമിട്ട് ചേർക്കുകയാണ്. വേറെ കറിക്കുള്ളത് എരിക്കാരാണ് എല്ലാവരും. എരി വേണ്ടവരായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ അതുകൊണ്ട് 5-6 പച്ചമുളക് നല്ല എരിയുള്ള ചെറിയ സവാളയാണ്. ചെറിയ സാമ്പാർ വെങ്കായം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ച കൂട്ട് ഇതിനകത്തോട്ട് ചേർക്കണം. അരപ്പ് ചേർത്തൊന്ന് മൂടി വെച്ചാൽ ഒരു ശകലം ഒരു ഞുള്ളു പുളിയും കൂടെ പിഴിഞ്ഞ് ഇതിനകത്തോട്ട് ഒഴിക്കും, പിഴുപുളി. എന്നിട്ട് ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ അവിയൽ തയ്യാറായി. രണ്ട് നോക്കിക്കേ, നല്ല സൂപ്പർ അവിയൽ തയ്യാർ. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുകയും എൻ്റെ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.